ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ സിമ്പിൾ കണ്ടീഷൻസ്, അതായത് ഒരു ഭാഗം ഇഫ്, വേറൊരു ഭാഗം, രണ്ട് ഭാഗങ്ങൾ, രണ്ട് സെൻറ്റൻസുകൾ, ഒന്ന് ഇഫ് സെൻറ്റൻസ്, രണ്ടാമത്തെ മെയിൻ സെൻറ്റൻസ്. അത് നമ്മൾ കണ്ടു. ഇഫ് സെൻറ്റൻസിൽ നമ്മളെ സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ മെയിൻ സെൻറ്റൻസിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? മെയിൻ ക്ലോസ് സെൻറ്റൻസിന് ക്ലോസ് എന്ന് വിളിച്ചു. നമ്മളെന്താ ചെയ്യുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ. നമുക്കൊരു ചെറിയൊരു ടെസ്റ്റ് നോക്കാം. ചെറിയൊരു ടെസ്റ്റ്, 5-6 സെൻറ്റൻസേ ഉള്ളൂ. അത് 2 ഓപ്ഷനുണ്ട്. ഏത് ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ചില സെൻറ്റൻസുകളിലൊക്കെ ടെസ്റ്റ് ഫ്രെയിം എന്നതിന് പറഞ്ഞത്. ടെസ്റ്റ് ഫ്രെയിം. അപ്പോൾ അതിനകത്ത് ചിലതിനകത്ത് ഈഫ് ക്ലോസ് ബ്ലാങ്ക് ആയിരിക്കും, ചിലതിനകത്ത് മെയിൻ ക്ലോസ് ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി, ഫൈൻ. So first one is if it dash the ground will get wet. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് റെയിനും വിൽ റെയിനുമാണ്. ഇവിടെ വിൽ റെയിൻ വരികയല്ല, കാരണം ഇത് മെയിൻ ക്ലോസ് ആണ്. അതിനകത്ത് ഫ്യൂച്ചർ ടെൻസ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ എന്ത് വരും? ഇഫ് ഇറ്റ് റെയിൻസ്. ഇറ്റ് കാരണം നമ്മൾ പണ്ട് പഠിച്ചതാണ്, തേർഡ് പേഴ്സൺ സിംഗുലറാണ്. അതുകൊണ്ട് എന്നാ വരുന്നത്? ഇഫ് ഇറ്റ് റെയിൻസ്. അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇഫ് ഇറ്റ് റെയിൻസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇഫ് ഇറ്റ് റെയിൻസ്. രണ്ടാമത്തെ ഉണ്ടോ? ഇഫ് യു സ്റ്റഡി യു ഫസ്റ്റ് റാങ്ക്. ഇപ്പോൾ ഗെറ്റ് അല്ലെങ്കിൽ വിൽ ഗെറ്റ് എന്നല്ല. അപ്പോൾ നമ്മൾ ഇഫ് യു സ്റ്റഡി, ഇപ്പം സിമ്പിൾ പ്രസൻറ്റ് വന്നു കഴിഞ്ഞു. ഇനി എന്താണ് മെയിൻ ക്ലോസ് വരുന്നത്? എന്താണ് മെയിൻ ക്ലോസ് വരുന്നത്? വിൽ ഗെറ്റ് അല്ലേ? സോ ഇഫ് യു സ്റ്റഡി യു വിൽ ഗെറ്റ്. മനസ്സിലായല്ലോ? മൂന്നാമത്തെ നോക്കിയേ. പീപ്പിൾ ഡാഷ് യു ഇഫ് യു ആർ റിച്ച്. ഫോളോ വിൽ ഫോളോ. ഇതിനകത്ത് മെയിൻ ക്ലോസ് ആണ് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് നമുക്ക് അറിയാം, സിമ്പിൾ പ്രസൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ. അപ്പം വിൽ ഫോളോ. പീപ്പിൾ വിൽ ഫോളോ യു ഇഫ് യു ആർ റിച്ച് അല്ലേ? ശരിയല്ലേ? അപ്പം കാശുകാരനാണെങ്കിൽ അതിൻ്റെ കുറേ ആളുകൾ നാം പറയുന്നത് എനിക്കറിയത്തില്ല, സാധാരണ അങ്ങനെ പറഞ്ഞു വരുന്നത്. പിന്നെ നാലാമത്തേക്ക് യു ഡാഷ് ഗ്രേറ്റ്നെസ് ഇഫ് യു ആർ ഓണസ്റ്റ്. ഇപ്പം ഈ ഇഫ് യു ആർ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് എന്താണ് ഇവിടെ വേണ്ടത്? യു വിൽ ബിക്കം അല്ലേ? സോ യു വിൽ ബിക്കം. ഇതാണ് വിൽ ബിക്കം. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഇഫ് യുവർ ഫ്രണ്ട് ഡാഷ് യു ടു വിൽ ബിക്കം ഓണസ്റ്റ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഇഫ് ക്ലോസ് ബ്ലാങ്ക് ആണ്. അപ്പം യു വിൽ ബിക്കം ഓണസ്റ്റ് എന്നുള്ളതാണ് മെയിൻ ക്ലോസ്. ഇപ്പോൾ ഇവിടെ എന്ത് വരും? ഇഫ് യുവർ ഫ്രണ്ട് ഈസ്. ബിയുടെ സിമ്പിൾ പ്രസൻ്റ് ആണ് ഈസ്. ഇഫ് യുവർ ഫ്രണ്ട് ഈസ് ഓണസ്റ്റ്, if your friend is honest, you too will become honest. ഇവിടെ ഓണസ്റ്റ് കൂടെ ചേർക്കണം കേട്ടോ. അതിവിടെ ഇല്ല, എഴുതിയിട്ടില്ല, സാരമില്ല, നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, ആൻഡ് ദെൻ ഇഫ് there dash love in family, life will be comfortable. അപ്പോൾ അതിനകത്ത് ഇഫ് ക്ലോസ് ബ്ലാങ്ക് ആണ്. അപ്പം മെയിൻ ക്ലോസ് ലൈഫ് വിൽ ആണ്, സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇഫ് there is love അല്ലേ? അഞ്ചാമത്തെ. ഏഴാമത്തെ ഇഫ് യു ഡാഷ് എക്സർസൈസ് യു വിൽ റിമെയിൻ ഹെൽത്തി. എക്സർസൈസ് എന്ന് പറഞ്ഞാൽ ഗ്രാമറിൻ്റെ എക്സർസൈസ് അല്ല, ഫിസിക്കൽ എക്സർസൈസ്. ദെൻ ഇഫ് യു ഇഫ് ക്ലോസ് ആണ്, ഇവിടെ വിൽ ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വരും? സിമ്പിൾ പ്രസൻറ്റ് വരും. സോ ഇഫ് യു ഡു അല്ലേ? ഇഫ് യു ഡു. ആൻഡ് ലാസ്റ്റ് വൺ ഈസ്, ഈ ബോർഡറിൽ ഇതിനെ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ലാസ്റ്റ് വൺ ഈസ് ഗോഡ് ഡാഷ് യു ഇഫ് യു ഹെൽപ്പ് യുവർ സെൽഫ്. അപ്പം ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ഉണ്ട്. അപ്പം മെയിൻ ക്ലോസിൽ എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ. അപ്പം വിൽ ഹെൽപ്പ്. ഗോഡ് വിൽ ഹെൽപ്പ്. ഗോഡ് വിൽ ഹെൽപ്പ് യു ഇഫ് യു ഹെൽപ്പ് യുവർ സെൽഫ്. മനസ്സിലായി? ക്ലിയർ ആയില്ലേ? അത്രേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചിലപ്പോഴേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും.
ഏതെങ്കിലും ഒരു ഭാഗം ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ ഓപ്ഷൻസ് കാണും. നമ്മൾ നോക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് എത്താൻ നോക്കുക. ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അങ്ങനെ അത് തിരിച്ചും. പിന്നെ വേറെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇഫ് ക്ലോസ് ആണ് തുടങ്ങുന്നതെങ്കിൽ, സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ ഇഫ് ക്ലോസ് കഴിയുമ്പോൾ കോമ വേണം. അതേസമയം മെയിൻ ക്ലോസ് കൊണ്ടാണ് സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ കോമ വേണ്ട, നേരെ അങ്ങോട്ട് എഴുതി പോയാൽ മതി, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ മതി. ക്ലിയർ ആയില്ല? ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇമാജിനറി കണ്ടീഷനെ പറ്റി പഠിക്കാം. ഓക്കെ. അപ്പോൾ അതുവരെയും ബൈ.